ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൽമൺ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഫിഷ് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യമായി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു പാത്രം അടുപ്പത്തേക്ക് വച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി മീൻ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല മൊരിച്ച് എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.